നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസായ നമ്മളുടെ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി എങ്ങനെ കാണാപ്പാഠം പഠിക്കുക എന്നതിന് ഉദ്ദേശിച്ചുള്ള നെക്സ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ട്രേഡ് നോക്കുന്നത് ഇന്നലത്തെ പോലെ തന്നെ റാൻഡമായിട്ടാണ്. അപ്പോൾ ഇന്നലത്തെ ദിവസം നെറ്റ് ചേഞ്ച് 2% എബോ കൊടുത്തിട്ടുള്ള സ്റ്റോക്കുകളിൽ മാത്രമേ നമ്മൾ ഈ ബാക്ക് ടെസ്റ്റ് ഇപ്പോൾ നടത്തുന്നുള്ളൂ. കാരണം 2% എങ്കിലും മൂവ് തന്നാൽ മാത്രമേ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം നമുക്ക് 1:2 റിസ്ക് റിവാർഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ATR മിനിമം 2% എബോ ഉള്ള സ്റ്റോക്കുകളാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ATR നോക്കുന്നതിന് പകരം ഇന്നലത്തെ ദിവസം 2% എങ്കിലും ചേഞ്ച് തന്നിട്ടുള്ള സ്റ്റോക്കിലാണ് നമ്മൾ ഇന്ന് തൊട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റോക്കായിട്ട് നമ്മൾ അദാനി എൻ്റർപ്രൈസ് എടുത്തിട്ടുണ്ട്. ഇന്നലെ 5% ചേഞ്ചാണ് ഈ സ്റ്റോക്ക് തന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തേക്ക് ആ സ്റ്റോക്ക് എലിജിബിളാണ്. സോ ഇന്ന് കാലത്തെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ പ്രൈസ് ആക്ഷൻ പോയിന്റിൽ വന്ന് ഹിറ്റ് ചെയ്തു, അതിന് ശേഷം അവിടെ റിജക്റ്റ് ആയിട്ട് താഴത്തേക്ക് തന്നെ പോരുകയാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ കിട്ടുന്നത് ഇവിടെയാണ്. ആ ഗ്രീൻ ക്യാൻഡിലിന് ശേഷം അതിനെ താഴത്തേക്ക് റിവേഴ്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ പതിവായിട്ട് എൻട്രി എടുക്കാറുള്ളത്. അതുപോലെ തന്നെ ഇവിടെയും ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോയിൽ നമ്മൾ എൻട്രി എടുക്കുന്നു. സ്റ്റോപ്പ് ലോസ് ആയിട്ട് 0.5% നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ ഇന്നും ഈ ട്രേഡിലും കണക്ക് കൂട്ടുന്നു. നമുക്കറിയേണ്ടത് എത്ര മാക്സിമം കിട്ടും എന്നുള്ളതാണ്. ഇന്ന് അതിൻ്റെ ലോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1:4% വരെ 1:4 റിസ്ക് റിവാർഡാണ് നമുക്ക് അതിനകത്ത് മാക്സിമം കിട്ടാവുന്നത്. നമുക്കതൊന്ന് നോട്ട് ചെയ്ത് പോകാം. അദാനി 1:2 നമ്മൾ മാർക്ക് ചെയ്യുവാണ്. കാരണം 1:2 മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. 1:4 മാക്സിമം നമുക്ക് കിട്ടാമായിരുന്നു. അപ്പോൾ ബ്ലൈൻഡ്ലി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 1:2 വെച്ചിട്ട് നമുക്ക് നെറ്റ് പ്രോഫിറ്റിലേക്ക് 10 ട്രേഡിൽ എത്താൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. രണ്ടാമത്തതായിട്ട് നമുക്ക് ബിയിൽ നിന്ന് ഒരെണ്ണം എടുക്കാം, ബജാജ് ഓട്ടോ. ഇന്നലെ അത് നമുക്ക് എത്ര പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് തന്നിട്ടുണ്ട് എന്നതാണ് നമുക്ക് അറിയേണ്ടത്. നമുക്കതൊന്ന് മെഷർ ചെയ്ത് നോക്കണം. ഇവിടെ ഇതിൻ്റെ ലോയിൽ നിന്ന് ഇന്നലത്തെ ഹൈയിലേക്ക് ഇത് 1% ചേഞ്ച് ഇന്നലെ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ഇന്ന് ട്രേഡ് എടുക്കുന്നില്ല. നെക്സ്റ്റ് വൺ വരുന്നത് ബജാജ് ഫിനാൻസ് ആണ്. അത് ഇന്നലത്തെ ദിവസം 1.4% ചേഞ്ച് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതും നമ്മൾ ഒഴിവാക്കുവാണ്. ബജാജ് ഫൈനാൻസ് അതിനകത്ത് ഇന്നലെ എന്ത് ചേഞ്ച് തന്നു നമ്മൾ നോക്കുവാണ്. ഇവിടെ നോക്കിക്കഴിയുമ്പോൾ 1.2% തന്നിട്ടുള്ളൂ. സോ അത് നമ്മൾ ഒഴിവാക്കുവാണ്. സോ ഭാരതി എയർടെൽ ഇന്നലെ എന്താണ് അത് ചേഞ്ച് തന്നിരുന്നത് നമുക്കിവിടെ നോക്കാം. 1:2.26. അതായത് ഭാരതി എയർടെൽ എലിജിബിളാണ്. സോ നമുക്ക് ഭാരതി എയർടെല്ലിൽ ഇന്ന് ട്രേഡ് എടുക്കാമായിരുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യാം. നമ്മളതിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്തു. ഒപ്പം തന്നെ ഇതിൻ്റെ ഇന്നലത്തെ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിൻ്റെ മധ്യഭാഗവും നമ്മൾ മാർക്ക് ചെയ്തു. ഇവിടെ നമുക്ക് കാണാം ഫസ്റ്റ് റെഡ് ക്യാൻഡിൽ താഴത്തേക്ക് നല്ലൊരു പുഷ് തന്ന് എങ്കിലും ഇമ്മീഡിയറ്റ്ലി തന്നെ നെക്സ്റ്റ് ക്യാൻഡിലിൽ ആ റെഡ് ക്യാൻഡിലിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് എൻട്രി എടുക്കേണ്ടി വരും. ഡേ ഹൈ ബ്രേക്ക് ചെയ്യുകയാണ്. ഒപ്പം റെഡ് ക്യാൻഡിലാണ് ബ്രേക്ക് ആവുന്നത്. നമ്മൾ 0.5% സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ കാണാം നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നില്ല, പകരം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണ്. അപ്പോൾ നമുക്ക് ഭാരതി എയർടെല്ലിനകത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. മൂന്നാമത്തെ ട്രേഡിലേക്ക് പോകാം. അത് നമുക്ക് സിയിൽ നിന്നാണ് എടുക്കേണ്ടത്. സിപ്ല നമുക്ക് നോക്കാം. സിപ്ലയിൽ വരുമ്പോൾ ഇന്നലത്തെ ദിവസം ചേഞ്ചായിട്ട് 1.3% അത് തന്നിട്ടുള്ളൂ. സോ നമ്മൾ കോൾ ഇന്ത്യയിലേക്ക് പോവുകയാണ്. ഇന്നലത്തെ ദിവസത്തെ ചേഞ്ച് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ലോ ടു ഹൈ 1.3% ഉള്ളൂ. സോ സിയിൽ നമുക്കൊന്നും എൻട്രി എടുക്കാൻ പറ്റില്ല. സോ ഡിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഡിയിൽ വന്നിട്ട് ഇന്നലെ ലോ ടു ഹൈ
2.7 ഉണ്ട്. സോ അതിൽ നമുക്കിന്ന് ട്രേഡ് എടുക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി പ്രീവിയസ് ഡേ ലോ അടയാളപ്പെടുത്തി, പ്രീവിയസ് ഡേ ഹൈ അടയാളപ്പെടുത്തി. അതിനുശേഷം നമുക്ക് ഈ റേഞ്ചിൻ്റെ മധ്യഭാഗം ഒന്ന് മെഷർ ചെയ്ത് അടയാളപ്പെടുത്താം. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് താഴത്തേക്ക് നല്ല രീതിയിൽ പുഷ് ചെയ്തു. സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, അതിന് ശേഷം വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു. ആ റെഡ് ക്യാൻഡിലിനെ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ മുകളിലേക്ക് എൻട്രി എടുക്കാം. ഇവിടെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു. ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നില്ല, ഈ ട്രേഡിലും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നില്ല. സോ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്ത് പോകാം. രണ്ട് സ്റ്റോപ്പ് ലോസ്, ഒരു ടാർഗറ്റ് ഇപ്പോൾ ആയി. ഇനി നാലാമത്തെ ട്രേഡ് നമുക്ക് ഈ ഏഷ്യർ മോട്ടേഴ്സ് ഇന്നലത്തെ റേഞ്ച് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കണം. %, ജസ്റ്റ് ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഗ്രാസിമിൽ ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ 2.63% ഉണ്ട്. അപ്പോൾ ഗ്രാസിം ഓക്കെ ആണ്. നമുക്ക് ഗ്രാസിമിൽ ടെസ്റ്റ് ചെയ്യാം. ഇന്നലത്തെ ലോ നമ്മൾ മാർക്ക് ചെയ്തു, ഹൈ മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ വന്ന് ലോയിൽ ഹിറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ ആ റെഡ് ക്യാൻഡിലിനെ മുകളിലേക്ക് റിവേഴ്സ് ചെയ്യുന്നുണ്ട്. ഈ റെഡ് ക്യാൻഡിലിനെ മുകളിലേക്ക് റിവേഴ്സ് ചെയ്യുവാണ്. അവിടെ വെച്ച് നമ്മൾ എന്തായാലും മുകളിലേക്ക് എൻട്രി എടുക്കും. അതും നമുക്കിവിടെ കാണാം. പ്രത്യേകിച്ച് മെഷർ ഒന്നും ചെയ്യേണ്ട, അല്ലാതെ തന്നെ നമുക്കറിയാം ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഗ്രാസിമും സ്റ്റോപ്പ് ലോസ്. ഇനി അടുത്ത ട്രേഡിലേക്ക് പോകാം. HCL ടെക്. ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 1.7% ഉള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. നമ്മൾ HDFC ബാങ്കിലേക്ക് മാറുവാണ്. HDFC ബാങ്കിൽ ലാസ്റ്റ് ഡേ വരുന്നത് അതും 2% ഇല്ല. HDFC ലൈഫ് നോക്കാം. HDFC ലൈഫിൽ അത് 3% ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഹൈയും ലോയും നമുക്ക് മാർക്ക് ചെയ്യാം. ലോ മാർക്ക് ചെയ്തു, ഹൈ മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ മിഡിൽ ഭാഗം, അതിപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാം, അതിൻ്റെ മധ്യഭാഗത്ത് നിന്ന് തന്നെയാണ് തുടങ്ങിയേക്കുന്നത്. എന്നാലും നമുക്കൊന്ന് മെഷർ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ വെച്ചു. സെക്കൻഡ് ക്യാൻഡിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ തന്നെ ആ ക്യാൻഡിൽ തന്നെ ഈ ഗ്രീൻ ക്യാൻഡിലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് നമ്മൾ താഴത്തേക്ക് അവിടെ എൻട്രി എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഗ്രീൻ ക്യാൻഡിലിൻ്റെ താഴത്ത് നമ്മൾ എൻട്രി മാർക്ക് ചെയ്തു. 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് മാർക്ക് ചെയ്തു. ഓക്കെ, 0.5% സ്റ്റോപ്പ് ലോസ് മാർക്ക് ചെയ്തു. അതിനുശേഷം മാക്സിമം കിട്ടാവുന്നത് ഡേ ലോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1:6 അവിടെ നമുക്ക് കിട്ടാമായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് മാർക്ക് ചെയ്തേക്കാം. HDFC ലൈഫ്. വൺ 1:2 നമ്മൾ മാർക്ക് ചെയ്തു. ഒപ്പം നമുക്ക് കിട്ടാവുന്ന മാക്സിമം എന്ന് പറയുന്നത് 1:6 ആണ്. 1:6. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അടുത്ത ട്രേഡിലേക്ക് പോകാം. H കഴിഞ്ഞു. ICICI ബാങ്ക്. ICICI ബാങ്ക് ഇന്നലത്തെ റേഞ്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ലോ ടു ഹൈ 1.9 ആണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, 1.9 2%-ന് ജസ്റ്റ് അടുത്താണ്. നമുക്ക് വേണമെങ്കിൽ അതിൽ ചെയ്യാം, ഇല്ലെങ്കിൽ അടുത്തതിലേക്ക് നോക്കാം. നമുക്ക് അടുത്തതിൽ നോക്കാം.
ഇൻഡസിൻഡ് ബാങ്ക്. ഇൻഡസിൻഡിൽ ഇന്നലെ 1.5, അപ്പോൾ അതും ഓക്കെ അല്ല. നമുക്ക് അടുത്ത് നോക്കാം. ഇൻഫോസിസ് 2 ഉള്ളതിന് മുകളിലാണ് നമ്മൾ നോക്കുന്നത്. 2% മിനിമം ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് 1.99 2 നമുക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ 2 അത് മൂവ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് അതിൽ നമുക്ക് ഇന്നത്തെ ബാക്ക് ടെസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഹൈ മാർക്ക് ചെയ്തു, ലോ മാർക്ക് ചെയ്തു. അതിന് ശേഷം നമുക്ക് ഇവിടെ മറ്റൊന്നും മെഷർ ചെയ്യേണ്ടതിന്, കാരണം ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ റേഞ്ചിനുള്ളിൽ വന്നു. അത് പിന്നീട് പോയിട്ടൊരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ വെച്ചു. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലും കൂടിയാണ്. അതിനെ ഇങ്ങോട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴത്തേക്കാണ് എൻട്രി എടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. 0.5% സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല അന്നത്തെ ദിവസം. പക്ഷേ നമുക്കിവിടെ കാണാം നമ്മുടെ ടാർഗറ്റും ഇവിടെ ഹിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ലോസിലാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇൻഫോസിസ് നമ്മൾ ലോസ് മാർക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6 ദിവസം മൊത്തമായി 2 ദിവസം പ്രോഫിറ്റും 4 ദിവസം ലോസും. നെറ്റ് നമ്മൾ പ്രോഫിറ്റും അല്ല ലോസും അല്ല, ബ്രേക്ക് ഇവനിലുണ്ട്. അപ്പോൾ അടുത്ത ട്രേഡിലേക്ക് പോകാം. ആയി കഴിഞ്ഞാൽ JSW സ്റ്റീലാണ്. അതിൻ്റെ ഇന്നലത്തെ റേഞ്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോ ടു ഹൈ 3% ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇന്ന് ട്രേഡ് ചെയ്യാവുന്നതാണ്. ലോ നമ്മൾ മാർക്ക് ചെയ്തു, ഒപ്പം തന്നെ ഹൈ മാർക്ക് ചെയ്തു. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമ്മുടെ പ്രൈസ് ആക്ഷൻ ലൈനിൽ ടച്ച് ചെയ്താണ് തുടങ്ങിയേക്കുന്നത്. അതിനുശേഷം നല്ലൊരു പുൾ ബാക്ക് താഴത്തേക്ക് വന്നു. ഇവിടെ പിന്നീട് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചു. ആ ഗ്രീൻ ക്യാൻഡിലിനെ താഴത്തേക്ക് ക്രോസ് ചെയ്യുവാണ്. അവിടുന്ന് നമുക്ക് താഴത്തേക്ക് എൻട്രി എടുക്കാം. ഇവിടെ നമുക്ക് കാണാം ആ എൻട്രി താഴത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 0.5% സ്റ്റോപ്പ് ലോസ് അവിടെ ഹിറ്റ് ചെയ്യുവാണ്. അത് ഹിറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമുക്ക് 2%, അതായത് 1:2 അവിടെ റിസ്ക് റിവാർഡ് കിട്ടുമായിരുന്നു. പക്ഷേ അതവിടെ ലോസ് ഹിറ്റ് ചെയ്തിട്ടാണ് പിന്നീട് നമ്മുടെ ടാർഗറ്റിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോസ് മാർക്ക് ചെയ്യണം. അപ്പോൾ JSW സ്റ്റീൽ വന്നിട്ട് ലോസാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ നമ്മൾ നെറ്റ് ലോസിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി 3 ട്രേഡും കൂടിയാണുള്ളത്. അടുത്തത് കോട്ടക് ബാങ്ക്. കോട്ടക് ബാങ്കിൽ 2% അപ്പോൾ ചേഞ്ച് ഉണ്ട്. ഇന്നലെ 2.25 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈ, ഇന്നലത്തെ ഹൈ നമ്മൾ മാർക്ക് ചെയ്തു. ഒപ്പം തന്നെ ഇന്നലത്തെ ലോയും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ ഇതിൻ്റെ മധ്യഭാഗം മെഷർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ പോയിട്ട് പ്രീവിയസ് ഡേ ഹൈയിൽ പോയി ടച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രൈസ് ആക്ഷൻ ലൈൻ ടച്ച് ചെയ്തു. അതിനുശേഷം ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലും വെച്ചു. ആ ഗ്രീൻ ക്യാൻഡിലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുവാണ്. ഒരു പെർഫെക്റ്റ് എൻട്രിയാണ് നമ്മുടെ സ്ട്രാറ്റജിക്ക്. ഇവിടെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്നിടത്ത് നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു. പിന്നെ അന്നത്തെ ദിവസം സ്റ്റോപ്പ് ലോസിനടുത്തേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. അപ്പോൾ 0.5% സ്റ്റോപ്പ് ലോസ് വെച്ചു. പിന്നീട് നമുക്ക് ഇന്നലത്തെ ഡേ ലോയിലേക്ക് തന്നെ മാർക്കറ്റ് പോയിരിക്കുവാണ്. അപ്പോൾ ഇന്ന് മാക്സിമം കിട്ടാവുന്നത് 1:4.27, 1:4. അപ്പോൾ ഇവിടെ നമുക്ക് കോട്ടക് ബാങ്ക്, കോട്ടക്ക് 1:2 നമുക്ക് കിട്ടി. മാക്സിമം കിട്ടാമായിരുന്ന പൊട്ടൻഷ്യൽ 1:4 ആണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. ഇനി 2 ട്രേഡും കൂടെ. അടുത്തത് L&T. L&T ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്ന് മെഷർ ചെയ്യാം. ഇന്നലത്തെ ലോ ടു ഹൈ അത് 2% കൊടുത്തിട്ടില്ല. സോ LTIM ഇന്നലത്തെ റേഞ്ച് വരുന്നത് 2% എബോവ് ഉണ്ട്. സോ ഇതിൽ നമുക്കിന്ന് ട്രേഡ് ചെയ്യാമായിരുന്നതാണ്. അപ്പോൾ ഹൈ അടയാളപ്പെടുത്തി, അതുപോലെ തന്നെ ലോ നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ ഇനി നമുക്കിതിനകത്ത്
മിഡിൽ പോർഷനും കൂടെ ഒന്ന് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അത് നമുക്കൊന്ന് മെഷർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ മധ്യഭാഗത്ത് വന്ന് ടച്ച് ചെയ്തു. അതിനുശേഷം നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചു. ദെൻ ആ നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ റെഡ് വന്നിട്ട് ഇവിടെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് താഴത്തേക്ക് എൻട്രി എടുക്കേണ്ടി വരും. നമ്മുടെ സ്ട്രാറ്റജി നമ്മളോട് പറയുന്നതാണ്. അവിടെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നീട് അന്നത്തെ ദിവസം സ്റ്റോപ്പ് ലോസ് ഒന്നും ഹിറ്റ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ നമുക്കിവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കതിനകത്ത് ലോസ് മാർക്ക് ചെയ്യണം. LTIM 1 പോർഷൻ ലോസ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി ലാസ്റ്റ് ട്രേഡ് M&M. നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം ഇന്നലത്തെ അവസ്ഥ എന്തായിരുന്നു. അത് 2% ഇല്ല. മാരുതി ഇന്നലെ എന്താണ് പെർഫോം ചെയ്തത്? 2% അപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. 2% അപ്പോൾ ഇന്നലെ മാരുതി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് വന്നിട്ട് മാരുതിയുടെ ഹൈ നമ്മൾ പ്രീവിയസ് ഡേ ഹൈ മാർക്ക് ചെയ്തു, ലോ മാർക്ക് ചെയ്തു. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി റെഡ് ക്യാൻഡിൽസ് ആണ് കുറച്ച് വെച്ചേക്കുന്നത്. ഒപ്പം അതിന് ശേഷം വരുന്ന ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ അല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഏതാണോ ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ആ ഗ്രീൻ ക്യാൻഡിലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴത്തേക്ക് എൻട്രി എടുക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇന്ന് ഹിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് എന്താണ് കിട്ടാവുന്നത്? മാക്സിമം നോക്കിക്കഴിഞ്ഞാൽ 1:2 അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ട്രേഡ് മാരുതിയിൽ നമുക്ക് 1:2 കിട്ടി. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമുക്ക് 4 ട്രേഡ് പ്രോഫിറ്റ് കിട്ടി, 6 ട്രേഡ് നമുക്ക് ലോസും കിട്ടി. ഇപ്പോൾ 10-ൽ 40% വിന്നുള്ളൂ, 60% ലോസാണ്. ഇനി മാക്സിമം കിട്ടാമായിരുന്നത് നോക്കിക്കഴിഞ്ഞാൽ 14 പോർഷൻ ഈ 3 ദിവസം കൊണ്ട് മാത്രം നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ നെറ്റ് നമുക്കിവിടെ കിട്ടിയേക്കുന്ന 8 പോർഷൻ പ്രോഫിറ്റും 6 പോർഷൻ ലോസും. അങ്ങനെ നെറ്റ് 2 പോർഷനാണ് കിട്ടിയേക്കുന്നത്. 2 പോർഷൻ എന്ന് പറയുമ്പോൾ 1% വിത്ത് ലിവറേജ് 5 ടൈംസ് വരുമ്പോൾ 5% പ്രോഫിറ്റാണ് നമുക്ക് ഈ ഒരു ദിവസം 10 ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് കിട്ടാമായിരുന്നത്. 5% വിത്ത് ലിവറേജ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ദിവസവും കൂടെ കാണുമ്പോൾ നമുക്ക് വീണ്ടും മനസ്സിലാവുകയാണ് ഇന്നുവരെ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി 10 സ്റ്റോക്സ് പെർ ഡേ ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കിട്ടാമായിരുന്ന റിസൾട്ട് ഇതുവരെ ഈ ബാക്ക് ടെസ്റ്റ് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി തന്നേക്കുന്നത് നെറ്റ് പ്രോഫിറ്റാണ്. അപ്പോൾ ഇന്ന് 5% ഉള്ളൂ, പക്ഷേ ഇന്നും പ്രോഫിറ്റിലാണ് നമ്മൾ അവസാനിച്ചേക്കുന്നത്. നമ്മളിവിടെ എന്താ ചെയ്തത്? കാണാപ്പാഠം പഠിക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെ ഈ സ്ട്രാറ്റജി ബ്ലൈൻഡ്ലി നമ്മൾ ഫോളോ ചെയ്ത് ട്രേഡ് എടുക്കുമായിരുന്നു. ഇങ്ങനെ ചെയ്താൽ പോലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എവറി പ്രോഫിറ്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്തും ആയിക്കോട്ടെ, അതിനെ ബ്ലൈൻഡ്ലി നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ 1:2 റിസ്ക് റിവാർഡ് നമ്മൾ കണ്ടിന്യൂസ്ലി സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസിപ്ലിൻ മാത്രം മതി നമുക്ക് ഷെയർ മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ ചെയ്ത കണക്കുകൂട്ടലുകളിലെല്ലാം നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നുവരെയുള്ള നമ്മളുടെ റിസൾട്ട്. ഒപ്പം ഇന്നത്തെ ട്രേഡ് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ലൈവ് മാർക്കറ്റിൽ എന്താണ് കിട്ടിയത് അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ന് NTPCയിലാണ് നമ്മൾ തുടർച്ചയായി ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ന് ട്രേഡ് എടുത്തത് ഞാൻ ഓൾറെഡി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ ഹൈ, ഇന്നലത്തെ ലോ. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അതിന് ശേഷം ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഫസ്റ്റ് കിട്ടിയത്. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടിയപ്പോൾ തന്നെ ആ ഗ്രീൻ ക്യാൻഡിലിൻ്റെ താഴത്ത് നമ്മൾ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിരുന്നു. രണ്ടാമത്തെ ക്യാൻഡിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്, റെഡ് ക്യാൻഡിൽ. ഇൻഡിസിഷൻ ക്യാൻഡിലിനെ എങ്ങോട്ട് ബ്രേക്ക് ചെയ്താലും നമ്മൾ അങ്ങോട്ട് എൻട്രി എടുക്കും എന്ന് പറഞ്ഞിരുന്നു, പ്രൊവൈഡഡ് അത്
നമ്മുടെ ഇമ്മീഡിയറ്റ് അടുത്തൊരു പ്രൈസ് ആക്ഷൻ പോയിൻ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ മധ്യഭാഗം നല്ലൊരു റെസിസ്റ്റൻസ് കിട്ടുന്നു എന്നതാണ് ഈ രണ്ട് ക്യാൻഡലിൽ നിന്ന് നമ്മൾ റീഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ റെഡ് ക്യാൻഡലിൻ്റെ ലോയിൽ ലിമിറ്റ് ഓർഡർ നമ്മൾ മോഡിഫൈ ചെയ്തു. അപ്പോൾ ഈ റെഡ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്കായ സമയത്ത് നമുക്ക് താഴത്തേക്ക് എൻട്രി എടുത്തു. നമ്മൾ താഴത്തേക്ക് എൻട്രി എടുത്ത ഉടനെ തന്നെ 0.5% സ്റ്റോപ്പ് ലോസ് വെച്ചു. നിങ്ങൾക്ക് ഇവിടെ കൃത്യമായി കാണാൻ പറ്റുന്നുണ്ട്, ഈ ലൈനാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അതിൽ വന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ജഡ്ജ്മെൻറ്റ് ഇന്നത്തെ കറക്റ്റ് ആയിരുന്നു. മാർക്കറ്റ് ഇന്ന് 1:3 മൂവ് ചെയ്തു. പക്ഷേ അത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷമാണ്. നമ്മൾ മനസ്സിലാക്കി, ഇതുവരെ ബാക്ക് ടെസ്റ്റ് ചെയ്ത എല്ലാ ബാക്ക് ടെസ്റ്റുകളിലും നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയതാണ്, നമ്മുടെ റിസ്ക് റിവാർഡ് നമ്മൾ ടൈറ്റ്ലി ഫോളോ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 0.5% കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ അവിടെ വെച്ച് കൊടുത്തു. മാർക്കറ്റ് അത് വന്ന് എടുത്തു കൊണ്ടുപോയി, നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ നമുക്ക് മാർക്കറ്റിന് കൊടുക്കാനുള്ള മറുപടി, മാർക്കറ്റ് എന്തും കാണിക്കും, അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മറുപടി നമ്മുടെ കയ്യിൽ നിന്ന് എത്ര നഷ്ടപ്പെടുത്താം അത് മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇന്നും നമ്മൾ അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ കൊടുത്തത് 123 രൂപയാണ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം, 123 രൂപ സ്റ്റോപ്പ് ലോസ് നമ്മൾ കൊടുത്തു. ഇന്നത്തെ ഓർഡർ ഇതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എൻട്രി സെല്ലാണ് എടുത്തത് 9:29. ഇവിടെ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് ഓർഡർ ആയിരുന്നില്ല, സ്റ്റോപ്പ് ലോസ് ഓർഡർ ആയിരുന്നു. ആ റെഡ് ക്യാൻഡലിൻ്റെ താഴത്ത് നമ്മൾ വെച്ച് കൊടുത്തു. ഓക്കെ, അതിനുശേഷം സ്റ്റോപ്പ് ലോസ് ഹിറ്റായതാണിത്. അത് ഒത്തിരി സമയത്തിന് ശേഷമാണ്, ഏതാണ്ട് ഒരു 2 മണിക്കൂറിന് ശേഷമാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇന്ന് ഹിറ്റാകുന്നത്. അതും നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചത്. ഇതുവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ 64 ദിവസം മാർക്കറ്റിൽ കംപ്ലീറ്റ് ചെയ്തു. ഈ 64 ദിവസത്തിൽ 37 ദിവസം ലോസും 27 ദിവസം മാത്രം പ്രോഫിറ്റുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ആദ്യത്തെ ഒരു ദിവസം ബൈ മിസ്റ്റേക്കിൽ 1000 റുപ്പീസിനടുത്ത് ലോസ് വന്നതുകൊണ്ട് മാത്രം നമ്മളിപ്പോഴും ആ ഒരു ലോസിൽ നിൽക്കുവാണ്, 1000 റുപ്പീസ്. ഈ ഒരു മാസത്തെ ലോസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 529 രൂപയാണ് ഈ ഒരു മാസത്തെ ലോസ് വന്നേക്കുന്നത്. ഇവിടെ ഈ ഒരു മാസം നമ്മൾ ഇതുവരെ 7 ദിവസം ലോസും 2 ദിവസം മാത്രമാണ് നമുക്ക് പ്രോഫിറ്റും കിട്ടിയിട്ടുള്ളത്. ഇതിനിടയ്ക്ക് പോലും ഒരു ദിവസം നമ്മൾ ബൈ മിസ്റ്റേക്ക് വരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അത് നമ്മൾ എൻട്രി എടുക്കേണ്ടതിനകത്ത് മിസ്റ്റേക്ക് വരുത്തിയിരുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ആ ഒരു ദിവസം നമുക്ക് പ്രോഫിറ്റ് അവിടെ കിട്ടാമായിരുന്ന ദിവസം ഉണ്ടായിരുന്നു. ഓക്കെ, അത് എന്ത് തന്നെയായാലും ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തതിൽ നിന്നും പഠിച്ച കാര്യം ഇതാണ്, നമ്മുടെ എൻട്രി സ്ട്രാറ്റജി എന്താണോ അതിനെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുക. അതിനകത്ത് പിന്നീട് നമ്മൾ നമ്മുടെ കാൽക്കുലേഷൻസ് തലയ്ക്കകത്തുനിന്ന് ഉത്തരം കണ്ടെത്തിയിട്ട് അവിടെ കൊണ്ടുപോയി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഇത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒപ്പം നമ്മുടെ റിസ്ക് റിവാർഡ് എല്ലായ്പ്പോഴും 1:2 വെച്ചിട്ട് മിനിമം നമ്മൾ ഉറപ്പ് വരുത്തുക. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം, 64 ദിവസം ട്രേഡ് ചെയ്തിട്ടും 1000 രൂപയുടെ മാത്രം നഷ്ടമേ നമുക്ക് സംഭവിച്ചിട്ടുള്ളൂ. മറ്റത് നമ്മൾ ഈ ഒരു 2.5-3 കൊല്ലത്തോളം ട്രേഡ് ചെയ്തപ്പോഴൊക്കെ എപ്പോഴൊക്കെ ഒരു 20,000 രൂപ അക്കൗണ്ടിലിട്ടിട്ട് ഇറങ്ങുന്നോ, ഒരു 20-15 ദിവസത്തിനുള്ളിൽ അക്കൗണ്ട് കംപ്ലീറ്റ് വാഷ് ഔട്ടായി നമ്മൾ 0-യിൽ എത്തിയിട്ടാണ് ട്രേഡിങ് അവസാനിപ്പിക്കാറുള്ളത്. അതിൻ്റെ കാരണം നമുക്ക് ഡിസിപ്ലിൻ അന്നൊന്നും ഇല്ലായിരുന്നു എന്നത് തന്നെയാണ്. ഇപ്പോൾ വേറെ ഒരു അത്ഭുതവും സംഭവിച്ചിട്ടില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജി ഇതുവരെ മാറ്റിയിട്ടില്ല. ഡേ 1 ചെയ്ത അതേ സ്ട്രാറ്റജി തന്നെ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മൾ 1:2 റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് കൃത്യമായി മിനിമം ഇത്തവണ ഫോളോ ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആകാതെ നിലനിൽക്കുന്നത്. അപ്പോൾ ഏകദേശം ഈ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്, നമ്മൾ വേറെ വലിയ ബുദ്ധിപരമായ തീരുമാനങ്ങളൊന്നും എടുക്കേണ്ടതില്ല മാർക്കറ്റിൽ വിജയിക്കാനായിട്ട്. സിമ്പിളായിട്ടുള്ള കാര്യം സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുക, ഡിസിപ്ലിൻ നഷ്ടപ്പെടുത്താതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്തുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.